നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഒരു വലിയൊരു പ്രശ്നം. ഈ ഭാര്യയ്ക്ക് നാട്ടിൽ ഒരു സുഹൃത്തുണ്ട്, പെൺ സുഹൃത്തുണ്ട്. ഇവരൊരുമിച്ച് കോളേജിൽ ഒരേ സമയം പഠിച്ചാണ്, വളരെ ക്ലോസ് ഫ്രണ്ട്സാണ്. പക്ഷേ കുറച്ച് നാൾക്കിടയിൽ അല്ലെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇവർ തമ്മിലുള്ള സൗഹൃദം എങ്ങനെയോ ക്ലാഷായിപ്പോയി. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭാര്യ നല്ലൊരു സ്ത്രീയാണ്, നല്ലൊരു അമ്മയാണ്, നല്ലൊരു ഭാര്യയാണ്, നല്ല ജോലിക്കാരിയാണ്, എല്ലാം ഓക്കെയാണ്. പക്ഷേങ്കിൽ ഈ കൂട്ടുകാരി തമ്മിലുള്ള ക്ലാഷ് കാരണം എന്നും ഇവരുടെ സ്വകാര്യ ജീവിതത്തിലും അല്ലെങ്കിൽ കുട്ടികളോടുള്ള പെരുമാറ്റത്തിലും ഇവരുടെ ഓഫീസിലെ കാര്യങ്ങൾക്കെല്ലാം ഇവർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ഒരു സ്ത്രീയാണ്. എങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ, ഈ നാട്ടിലുള്ള കൂട്ടുകാരി ഇയാളുടെ ഭാര്യയെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വാട്സപ്പ് സ്റ്റാറ്റസ് രാവിലെ അവർ നാട്ടിലെഴുന്നേൽക്കുമ്പം ഇവർ വാട്സപ്പിൽ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യും. ഇവർ ഗൾഫിലാണ്. ഈ സ്ത്രീ എഴുന്നേറ്റ് വരുമ്പം ഫസ്റ്റ് കാണുന്നത് ഇവരുടെ സ്റ്റാറ്റസാണ്. ഈ സ്റ്റാറ്റസ് കാണുന്നതും പിന്നെ പുള്ളിക്കാരി അങ്ങ് അതിനെപ്പറ്റി ഓർത്ത് ആ സ്റ്റാറ്റസിന് മറുപടി ഒരു സ്റ്റാറ്റസ് കൊടുക്കണം. ഇന്ന് പല ആൾക്കാരും ചെയ്യുന്നതാണ്, വഴക്ക് തുറന്ന് പറയത്തില്ല, സ്റ്റാറ്റസുകളിൽ കൂടി ഒരാളിടും സ്റ്റാറ്റസ്, ഇപ്പുറത്തെ ആൾ അതിന് മറുപടി ഇടും, അടുത്ത ആൾ ഇടുമ്പോൾ മറുപടി ഇടും, തിരിച്ചങ്ങോട്ടും ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. പല ആൾക്കാരും നിന്ന് ഫൈറ്റ് ചെയ്യുന്നത് ഈ സ്റ്റാറ്റസുകളിൽ കൂടിയാണ്. ഈ സുക്കംബർഗ് സ്റ്റാറ്റസ് എന്നൊരു സംഭവം കണ്ടുപിടിച്ചേക്കുന്നത് സത്യം പറഞ്ഞാൽ മറ്റു നല്ല ആവശ്യങ്ങൾക്ക് വേണ്ടിയാണേലും ഇന്ന് പലരും ആ സ്റ്റാറ്റസിൻ്റെ ഉപയോഗിക്കുന്നത് വളരെ മോശപ്പെട്ട രീതിയിലേക്കാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ എന്താ പറയുക, ഒരു പ്രയോജനമില്ലാത്ത രീതിയിൽ വഴക്കുണ്ടാക്കുന്ന രീതിയിൽ. ഇത് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും ചിരിയാ വന്നത്. അപ്പോൾ അയാൾ പറയുന്നത്, ഈ സ്റ്റാറ്റസ് കണ്ടാണ് എൻ്റെ ഭാര്യ എഴുന്നേൽക്കുന്നത്. അല്ല, ഭാര്യ എഴുന്നേറ്റ് നോക്കുമ്പം പുള്ളിക്കാർ പറയുന്നത് പല്ലുപോലും തേക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിന് മുമ്പ് ആദ്യമേ വാട്സപ്പ് ഓണാക്കി വാട്സപ്പിൻ്റെ സ്റ്റാറ്റസാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റാറ്റസ് ഇങ്ങനെ ചൊറിഞ്ഞ സ്റ്റാറ്റസ് കാണുമ്പോൾ പിന്നെ അന്നത്തെ ദിവസം മൊത്തം ഇവളങ്ങ് പ്രശ്നമാണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞാൽ, ഈ മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജീവിതത്തിൽ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ മനസ്സ് എന്ന് പറയുന്നത് മനസ്സിനെ കൊണ്ട്, അതായത് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന മാനസികമായ ബുദ്ധിമുട്ട് നമ്മുടെ ശരീരത്തെയും നമ്മുടെ ആ ഒരു മാനസികാവസ്ഥയൊക്കെ മോശമായി ബാധിക്കും. പണ്ടൊരു മനുഷ്യൻ ഒരു കാട്ടിക്കൂടെയോ ഒരു റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ അയാൾ മനസ്സിൽ ചിന്തിച്ചു, ദൈവമേ, ഈ സ്ഥലത്ത് ഇടയിൽ വെട്ടമൊന്നുമില്ല, ഒരുപാട് പാമ്പുകളുള്ള സ്ഥലമാണല്ലോ എന്ന് പറഞ്ഞു തീരുകയും ഇയാളുടെ കാലിൽ ഒരു പാമ്പ് കുത്തി. ഇയാൾ ഓടി. പഴയൊരു കഥയാണ്, പക്ഷെ നിങ്ങളൊക്കെ കേട്ടുള്ള കഥയായിരിക്കാം. ഇയാൾ ഓടി, ഈ പാമ്പ് കടി വിട്ടിട്ടില്ല, കടിച്ചു നിൽക്കുകയാണ്. ഇയാൾ ഓടിപ്പോയി കുഴഞ്ഞു വീണ് അവിടെ വെച്ച് മരിച്ചുപോയി. രാവിലെ ആളുകൾ നടന്നു വന്നപ്പോൾ ഇയാൾ മരിച്ചു കിടക്കുന്ന ഇയാളെ കണ്ടു. ഇയാളെ കടിച്ച പാമ്പിനെയും കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഇത് പാമ്പല്ല, ഈ തേങ്ങയുടെയൊക്കെ തൊണ്ട് ഉണങ്ങിയത് ഇങ്ങനെ ചുരുണ്ടിരിക്കും. അപ്പോൾ അതിങ്ങനെ ഇരുന്നത് അവത്തേലാണ് ഇയാൾ കാലിൽ ചവിട്ടിയത്. അപ്പോൾ ഈ പൊത്തയ്ക്ക് പിടിച്ച ഈ സാധനം ഇങ്ങനെ പിടിച്ചിരുന്നു. ഇതും കൊണ്ടാണ് ഇയാൾ ഓടുന്നത്. അപ്പോൾ ഇതും കൊണ്ട് ഓടിയപ്പോൾ ഇത് വിട്ടു പോകത്തില്ല, അതവിടെ പിടിച്ചത്. ഇടയിൽ ടോർച്ചൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്, അല്ല അടിച്ചു നോക്കിയാൽ ചിലപ്പോൾ കാണാവുന്ന സാധനമേ ഉള്ളൂ. പക്ഷേങ്കിൽ ഈ തൊണ്ട് പിടിച്ചിരുന്നപ്പോൾ ഉണ്ടായ ആ മുറിവ്, അത് അയാൾ കരുതിയത് പാമ്പ് കടിച്ചതാണ്. ആ ഒരു ചിന്താഗതി അയാളിലേക്ക് ഒരു വിഷമായിട്ട് ആ മുറിവ് മാറി. മുറിവിൽ കൂടി വിഷം കയറിപ്പോയെന്നാണ് ഡോക്ടേഴ്സിൻ്റെയൊക്കെ നിഗമനം പറയുന്നത്. അത് ആ ഒരു മുറിവ് ഒരു സാധാരണ ഒരു മുറിവാണ്. നമ്മളെ സംബന്ധിച്ചുള്ള തൊണ്ട് ഇലകളിലോട്ട് കാല് ചവിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മുറിവ് ചെറിയൊരു മുറിവ്, അത് ഉണങ്ങിപ്പോവും, 2 ദിവസം കഴിയുമ്പോൾ മാറിപ്പോവും, അതൊരിക്കലും വിഷമാവില്ല. പക്ഷേ അയാളുടെ മനസ്സിലുണ്ടായ ആ പേടി, ആ ഒരു മാനസികാവസ്ഥ, ആ ഒരു മുറിവിനെ അത് വളരെ ദോഷമായി ചെയ്ത് അത് വിഷമായിട്ട് മാറി എന്നാണ് ആ കഥയിൽ പറയുന്നത്. കഥയാണോ സത്യമാണോ എനിക്കറിയില്ല, ഇങ്ങനൊരു കഥയുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഒരു സാധാരണപ്പെട്ട ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് കാണുമ്പോൾ, അല്ലെ ഒന്നും ഉണ്ടാകുന്നൊരു സംഭവം കാണുമ്പോൾ ഈ ഇറിറ്റേഷൻ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പറയുന്ന കൂട്ടുകാരിയെ പോയി കൊല്ലാനുള്ള ദേഷ്യം കാണും. ഇത് ഭർത്താവിൻ്റെ നേർക്ക് തീർക്കും, പിള്ളേരുടെ നേർക്ക് തീർക്കും, ജോലി സ്ഥലങ്ങളിൽ ചെന്ന് തീർക്കും. അപ്പോൾ ഈ ഭർത്താവിനോട് ചോദിക്കുന്നത്, സാർ ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് സൊല്യൂഷനാണുള്ളത്? അത് പുള്ളിക്കാരി തന്നെ തീരുമാനിക്കേണ്ട കാര്യമല്ലേ. ആ പുള്ളിക്കാരുടെ വാട്സപ്പ് സ്റ്റാറ്റസ് നോക്കാതിരിക്കുക. നോക്കാതിരുന്നു കഴിഞ്ഞാൽ അതേ പറ്റത്തുള്ളൂ. അപ്പം എന്താ പറയുക, അത് അവൾ ചെയ്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ഇഗ്നോർ ചെയ്യുക, അത് അവനവൻ തന്നെ തീരുമാനിക്കുകയാണ്. എനിക്ക് വേണ്ട ഈ ഇങ്ങനത്തെ ഒരു കൂട്ടുകാരി എനിക്ക് വേണ്ട എന്ന് കരുതി അങ്ങ് ഇഗ്നോർ ചെയ്ത് വിടുക, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള പ്രശ്നം പറഞ്ഞു തീർക്കുക. ഇത് അവർ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, പിന്നെ 1-2 ദിവസം കഴിഞ്ഞ് എനിക്ക് തോന്നിയൊരു ഐഡിയ, അല്ലെങ്കിൽ അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, വൈഫ് അറിയാതെ ഈ കൂട്ടുകാരിയെ അങ്ങ് വാട്സപ്പിൽ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞു. വൈഫ് അറിയാതെ ഈ കൂട്ടുകാരിയെ വാട്സപ്പിൽ അങ്ങ് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ അവരിടുന്ന സ്റ്റാറ്റസ് പിന്നെ ഇത് കാണാതെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ മനുഷ്യൻ ഈ വൈഫിന് വലിയതായിട്ടൊന്നും വാട്സപ്പിൻ്റെ വലിയ പരിപാടികൾ അറിയാത്ത സ്ത്രീ ആയിരിക്കാം, അറിയില്ല.
അങ്ങനെ ഈ മനുഷ്യൻ ഈ സ്ത്രീയുടെ വാട്സപ്പിലെ ആ കൂട്ടുകാരിയുടെ നമ്പർ ബ്ലോക്ക് ചെയ്ത് വെച്ചു. ഏതാണ്ട് 1-2 ആഴ്ചയോളം ഇവരെന്നും രാവിലെ എഴുന്നേൽക്കുന്നുണ്ട്, ഈ സ്റ്റാറ്റസ് നോക്കുന്നുണ്ട്, കൂട്ടുകാരുടെ ഒരു സ്റ്റാറ്റസും കാണുന്നില്ല. അവരങ്ങ് ജോലിയിലേക്ക് പോകുന്നു. ഭർത്താവോട് വലിയ കുഴപ്പമൊന്നുമില്ല, കുഞ്ഞുങ്ങളോട് കുഴപ്പമില്ല, ഓഫീസിൽ കുഴപ്പമില്ല. ഇവരിൽ വന്ന ഈ ഒരു 1-2 ആഴ്ചയിലുണ്ടായ മാറ്റം ഇവർക്ക് തന്നെ തോന്നി, എടാ എന്നിൽ വലിയൊരു മാറ്റം സംഭവിച്ചല്ലോ, എൻ്റെ ലൈഫ് സ്റ്റൈലൊക്കെ ഇച്ചിരി മാറിയിട്ടുണ്ടല്ലോ, ഞാൻ ഇച്ചിരി ഹാപ്പി ആയല്ലോ എന്ന്. അങ്ങനെ ഇവർ അപ്പോഴും ഇവർക്ക് മനസ്സിൽ ചിന്തയുണ്ട്, എന്താ കൂട്ടുകാരി സ്റ്റാറ്റസ് ഇടാത്തത്. അപ്പോൾ ഇവർ പല സ്റ്റാറ്റസുകളും അവൾക്ക് കൊള്ളുന്ന രീതി ഇടുന്നുണ്ടെങ്കിലും ഇത് കാണുന്നില്ല, അവളൊന്നും റിപ്ലൈ ചെയ്യുന്നില്ല, അവൾ വേറെ സ്റ്റാറ്റസൊന്നും ഇടുന്നുമില്ല. ആകപ്പാടെ ഇവർക്കൊരു കൺഫ്യൂഷൻ, എന്ത് പറ്റി ഈ കൂട്ടുകാരിക്കും. അങ്ങനെ ഇനി ഫോണും എല്ലാം പ്രശ്നം പറ്റിയെന്ന് നോക്കിക്കൊണ്ട് ബ്ലോക്കായി കിടക്കുകയാണ് ഈ കൂട്ടുകാരുടെ നമ്പർ. ഉടനെ ഹസ്ബൻഡിനോട് ഷെയർ ചെയ്തു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഇത് ഞാൻ മനഃപൂർവ്വം ബ്ലോക്ക് ചെയ്തതാണ്, നീ തന്നെ ചിന്തിച്ച് നോക്ക്, ഈ ഒരു പെണ്ണ് കാരണം അല്ലെ അവളിടുന്ന സ്റ്റാറ്റസ് കാരണം നമ്മുടെ കുടുംബജീവിതവും നമ്മുടെ കുട്ടികളുടെ ജീവിതവും നിൻ്റെ ഓഫീസിലെ ജീവിതവും വളരെ മോശമാണ്, നീ തന്നെ ചിന്തിച്ച് നോക്കാൻ പറഞ്ഞു. പക്ഷേ ഈ ഒരു 2 ആഴ്ചക്കിടയിൽ ഈ സ്ത്രീ അവൾക്കുണ്ടായ മോശപ്പെട്ട സ്വഭാവം തിരിച്ചറിഞ്ഞു, എന്നാണ് സത്യം. അപ്പോൾ അവർക്ക് മനസ്സിലായി ശരിയാണ്. അപ്പോൾ എന്നോട് ഹസ്ബൻഡ് പിന്നെ എന്നെ വിളിച്ച് പറഞ്ഞു, അവർ ആ ബ്ലോക്ക് മാറ്റിയില്ല, അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ ചില ആൾക്കാർ നമ്മളെ ഇത് മാനസികമായി ഇറിറ്റേറ്റ് ചെയ്യും. ഇതിപ്പം നമുക്കൊരു എന്താ പറയുക, മോശപ്പെട്ട ഭക്ഷണം തന്നോ അല്ല നമ്മൾ ദേഹോപദ്രവം ചെയ്തതിനേക്കാളൊക്കെ 10 മടങ്ങ് ഉപദ്രവമാണ് മാനസിക ഉപദ്രവം എന്ന് പറയുന്നത്. ഈ സംഭവം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെ ജീവിതത്തിൽ നമ്മൾ ടോട്ടലി ബ്ലോക്ക് ചെയ്ത് വിട്ടേക്കണം, എങ്കിൽ നമ്മൾ രക്ഷപ്പെടും. താങ്ക് യു.